ഓം ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമ്മൾ നാരായണീയം ദശകം 7 8ാമത്തെ ശ്ലോകമാണ് പഠിക്കുന്നത്. നമുക്ക് ശ്ലോകം ചൊല്ലാം. കാളാംഭോദകളായ കോമളരുചി ചക്രേണ ചക്രം ദിശാമാവൃണ്വാനമുദാരമന്ദഹസിത സ്യന്തപ്രസന്നാനനം രാജത്കംബുഗദാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം സ്രഷ്ടുസ്തുഷ്ടികരം വപുസ്തവ വിഭോ മദ്രോഗമുദ്വാസയേത്. ഈ ശ്ലോകത്തിലും ബ്രഹ്മാവ് വൈകുണ്ഠത്തിലെത്തിയപ്പോൾ അവിടെ കണ്ട ഭഗവാന്റെ രൂപവർണ്ണന തുടരുകയാണ്. നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. കാളാംഭോദ കളായ കോമള രുചിചക്രേണ ചക്രം ദിശാമാവൃണ്വാനം ഉദാരമന്ദഹസിത സ്യന്തപ്രസന്നാനനം. കാളാംഭോദ, കാളാം എന്നാൽ കറുത്ത അല്ലെങ്കിൽ ഇരുണ്ട, അംഭോദ എന്നാൽ അംഭസ്സിനെ നൽകുന്നത്, അംഭസ് എന്നാൽ ജലം, അംഭസ്സിനെ നൽകുന്നത്, കറുത്തിരുണ്ടതും അംഭസ്സിനെ നൽകുന്നതുമായത് എന്തോ. കാർമേഘം എന്നാണ് ഇവിടെ അർത്ഥം. കാളാംഭോദ എന്നാൽ കാർമേഘത്തിൻ്റെ നിറത്തോടു കൂടിയതും. കളായ കോമള രുചി ചക്രേണ, കളായ എന്നാൽ കായാമ്പൂവ്, കോമള എന്നാൽ മനോഹരമായത്, രുചി എന്നാൽ ഭംഗി അല്ലെങ്കിൽ കാന്തി, ചക്രേണ എന്നാൽ കൂട്ടം അല്ലെങ്കിൽ പടലം. ഇവിടെ രുചി ചക്രേണ എന്നാൽ കാന്തി പടലം. കളായ കോമള രുചി ചക്രേണ, കായാമ്പൂക്കളുടെ നിറത്തോടു കൂടിയതും മനോഹരമായതുമായ കാന്തിപടലം കൊണ്ടും. ചക്രം ദിശ, ചക്രം എന്നാൽ ചക്രം, ദിശ എന്നാൽ ദിക്ക്, ചക്രം ദിശ എന്നാൽ ദിക്കുകളെയെല്ലാം, ആവൃണ്വാനം മൂടിക്കൊണ്ട്, ഉദാരമന്ദഹസിത, ഉദാരം എന്നാൽ മനോഹരമായ, മന്ദഹസിത മന്ദഹാസം, സ്യന്തപ്രസന്നാനനം സ്യന്ത പൊഴിച്ചുകൊണ്ടും, പ്രസന്ന ആനനം, ആനനം എന്നാൽ മുഖം, പ്രസന്ന ആനനം തെളിഞ്ഞ മുഖത്തോടെ, സുന്ദരമായ തെളിഞ്ഞ മുഖത്തോടെയും. അതായത് കായാമ്പൂവിൻ്റെ നിറത്തോടു കൂടിയ കോമളമായ കാന്തിപടലം കൊണ്ടും ദിക്കുകളെയെല്ലാം മൂടിയതും, മനോഹരമായ മന്ദഹാസം പൊഴിച്ചുകൊണ്ട് പ്രസന്നമായ മുഖത്തോടും. രാജത് കമ്പു ഗദാരി പങ്കജധര, രാജത് തിളങ്ങുന്ന അല്ലെങ്കിൽ മിന്നുന്ന, കമ്പു ഗദ അരി പങ്കജം, കമ്പു എന്നാൽ ശംഖ്, ഗദ എന്നാൽ ഗദ തന്നെ, അരി എന്നാൽ ചക്രം സുദർശന ചക്രം, പങ്കജം എന്നാൽ താമര, ധര ഇവയൊക്കെ ധരിച്ചുകൊണ്ട്. ശ്രീമദ് ഭുജാമണ്ഡലം, ശ്രീമദ് ഐശ്വര്യപൂർണമായ, ഭുജാമണ്ഡലം ഭുജം എന്നാൽ കൈകൾ, ഭുജാമണ്ഡലം എന്നാൽ കൈകളുടെ കൂട്ടം. ഇവിടെ 4 തൃക്കൈകൾ എന്ന് അർത്ഥം. അതായത് തിളങ്ങുന്ന ശംഖ്, ഗദ, ചക്രം, താമര ഇവ ധരിച്ചിട്ടുള്ള ഐശ്വര്യപൂർണമായ 4 തൃക്കൈകളോടും. സ്രഷ്ടുസ്തുഷ്ടികരം വപുസ്തവ വിഭോ മദ്രോഗമുദ്വാസയേത്. സ്രഷ്ടു സ്രഷ്ടാവിന് അല്ലെങ്കിൽ ബ്രഹ്മാവിന്, തുഷ്ടികരം, തുഷ്ടി എന്നാൽ സന്തോഷം, തുഷ്ടികരം എന്നാൽ സന്തോഷകരമായ, സന്തോഷത്തെ ഉണ്ടാക്കുന്ന, ബ്രഹ്മാവിന് സന്തോഷത്തെ ഉണ്ടാക്കുന്ന, വപുസ്തവ തവ വപുഹു, തവ അങ്ങയുടെ, വപുഹു ആ ദേഹം ആ ശരീരം, വിഭോ അല്ലയോ ഭഗവാനെ, മദ്രോഗമുദ്വാസയേത്, മദ്രോഗം മദ് എൻ്റെ രോഗം, രോഗത്തെ, ഉദ്വാസയേത് ഇല്ലാതെയാക്കണമേ.
ഇപ്രകാരമൊക്കെയുള്ള ബ്രഹ്മാവിന് സന്തോഷത്തെ ഉളവാക്കുന്ന അങ്ങയുടെ ആ ദേഹം എൻ്റെ രോഗങ്ങളെയും ഇല്ലായ്മ ചെയ്യണമേ എന്നാണ് ഈ അവസാനത്തെ വരിയിൽ പറയുന്നത്. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥം ഒന്നുകൂടി പറയാം. കാർമേഘത്തിൻ്റെ പോലെയുള്ള ഇരുണ്ട നിറത്തോടും കായാമ്പൂവിൻ്റെ നിറത്തോടുകൂടിയ കോമളമായ കാന്തിപടലം കൊണ്ടു ദിക്കുകളെയെല്ലാം മൂടിയതും മനോഹരമായ മന്ദഹാസം പൊഴിച്ചുകൊണ്ട് പ്രസന്നമായ മുഖത്തോടും തിളങ്ങുന്ന ശംഖ്, ഗദ, ചക്രം, താമര ഇവയെ ധരിച്ചിട്ടുള്ള ഐശ്വര്യപൂർണമായ 4 തൃക്കൈകളോടും കൂടി ബ്രഹ്മാവിന് സന്തോഷമുളവാക്കുന്ന അങ്ങയുടെ ആ ദേഹം, ആ സ്വരൂപം എൻ്റെ രോഗങ്ങളെയും ഇല്ലായ്മ ചെയ്യണമേ എന്നാണ് ഈ ശ്ലോകത്തിൽ ഭഗവാനോട് മേൽപ്പത്തൂർ അപേക്ഷിക്കുന്നത്. കാളാംഭോദകളായ കോമളരുചീചക്രേണ ചക്രം ദിശാമാവൃണ്വാനമുദാരമന്ദഹസിത സ്യന്തപ്രസന്നാനനം രാജത്കംബുഗദാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം സ്രഷ്ടുസ്തുഷ്ടികരം വപുസ്തവ വിഭോ മദ്രോഗമുദ്വാസയേത്. നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. കാളാംഭോദകളായ കോമളരുചീചക്രേണ ചക്രം ദിശാമാവൃണ്വാനമുദാരമന്ദഹസിത സ്യന്തപ്രസന്നാനനം രാജത്കംബുഗദാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം സ്രഷ്ടുസ്തുഷ്ടികരം വപുസ്തവ വിഭോ മദ്രോഗമുദ്വാസയേത്. 9ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.